അധ്യാപകർ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പുഷ്പാർച്ചന നടത്തുക എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായൊരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചതാണ്. അവിടെ കുഞ്ഞുങ്ങളുടെ ചിത്രമുണ്ട്. ആ ചിത്രം വരച്ചത് ഒരു അധ്യാപകനായിരുന്നു. മാഷ് ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് എത്തുമെന്നറിയില്ല. വൈഫിൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിന് മുന്നിലാണ് അല്ലേ? അതെ അതെ. പുതിയ നമ്മുടെ ആ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ വരച്ച ചിത്രമാണ്. അവർ ഫോട്ടോ വെച്ച് വരച്ചത്. അവരുടെ ഫോട്ടോ വെച്ച് വരച്ച ചിത്രമാണിത്. ഇത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ആ ചിത്രത്തിന് മുന്നിലാണ് ഉണ്ണിമാഷും ടീച്ചറും. നമ്മളെല്ലാ ടീച്ചർമാരും വന്നിട്ടുണ്ടോ? അതെ, എല്ലാ ടീച്ചേഴ്സും ടീച്ചിങ് സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. പോയ അച്ഛന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. പോയ അച്ഛന്മാരും. ടീച്ചർ എത്ര വർഷമായിട്ട് ഇവിടെ? 6 വർഷമാവാനായി. ടീച്ചറിന്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളും പോയിരുന്നു അന്ന്? അതെ അതെ, ഞാൻ അവിടെ താമസിക്കുന്നതായിരുന്നു അന്ന്. ഇവിടെ ഈ സംഭവം നടക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ പോയതിനു ശേഷം തിരിച്ച കുട്ടികൾക്കും ആ സ്കൂളിനും വേണ്ടിയിട്ട് ഓർമ്മയുടെ പൂക്കളർപ്പിക്കാൻ വരുന്ന അധ്യാപകരുണ്ട്. ഒട്ടും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രമേൽ സങ്കടമുള്ളൊരു കാര്യമാണല്ലേ. നമ്മളെന്നും അതൊരു സ്കൂൾ മാത്രം ആയിരുന്നില്ല അത്. അതെ അതെ, സ്കൂളുമായിരുന്നില്ല, ഞങ്ങൾ സ്വന്തം നാട് പോലെയായിരുന്നു ഞങ്ങൾക്കിവിടെ. ഞാൻ കഴിഞ്ഞ ജൂണിലായിരുന്നു ഇവിടെ താമസിക്കാൻ വന്നത്. നാട്ടുകാരാണെങ്കിലും ശരി, വിദ്യാർത്ഥികളാണെങ്കിലും ശരി, രക്ഷിതാക്കളാണെങ്കിലും ശരി, ആ വാർഷികം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അല്ലേ? അതെ. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം. ആ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ തളിരിലകളുടെ ഒക്കെ ചിത്രമാണ് അല്ലേ വരച്ചിരിക്കുന്നത്. ആ ടീച്ചർ വരച്ച് ഇവിടെ ഫോട്ടോ അതിന് ഉള്ളിലാണ് ഉള്ളത്. ആ മാഡം വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോ എല്ലാ കുട്ടികളുടെയും ചിത്രമുണ്ട്. 33 കുട്ടികളുടെയും ചിത്രം അതിനകത്തുണ്ട്. ഈ 33 കുട്ടികളുടെയും ചിത്രമുള്ള ഒരു ഛായ ആണ് വരച്ചിരിക്കുന്നത്. ആ ചിത്രത്തിന് മുന്നിലാണ് പുഷ്പാഞ്ജലി അർപ്പിക്കാൻ പോകുന്നത്. മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ ഒരുപാട് പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി പഠിച്ച വിദ്യാർത്ഥികളാണ്. അവരെയാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറെ സങ്കടകരമായ കാഴ്ചയാണ്. ഇപ്പോൾ സാറ് നമസ്കാരം. ഒരുപാട് പേര് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച മനുഷ്യരുണ്ട്. അവിടുത്തെ പി ടി എ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഇന്ന് ടീച്ചേഴ്സും ഉണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്റർമാരും വന്നിട്ടുണ്ട്. അച്ഛമ്മമാരും വന്നിട്ടുണ്ട്. ഈ സ്കൂളിന് എത്ര വർഷം പഴക്കം ഉണ്ടായിരുന്നിരിക്കണം മൊത്തം? കൃത്യമായിട്ട് അറിയില്ല. ടീച്ചർ വന്നിട്ട് 6 വർഷം 15 വർഷം 20 വർഷം ഒക്കെ പഴക്കമുള്ള അനുഭവ പരിചയമുള്ള അധ്യാപകരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ അധ്യാപകരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവർക്ക് കഴിഞ്ഞ 1 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയത്. മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളായിരുന്നു. പാട്ട് എഴുതാനാണെങ്കിലും കവിത എഴുതാനാണെങ്കിലും കലാപരിപാടികളിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഡിഒ നമുക്കിപ്പോൾ ഉണ്ട്. നമസ്കാരം. പേര്? മൻമോഹൻ. സ്കൂളിപ്പോൾ മേപ്പാടിയിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി? തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു ഡിഒയുടെ എന്നല്ല, നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ല. ഒരു സ്കൂൾ ഇല്ലാതാവുക, അവിടെ 33 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ വരച്ച ചിത്രം, ആ ചിത്രത്തിന് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ തിരിച്ചെത്തുക, വല്ലാതെ ഒരു നമ്മുടെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ തന്നെ ഹൃദയത്തിൽ തട്ടുന്നൊരു മൊമെൻ്റായി. തീർച്ചയായും. ഞാനിവിടുത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാത്രമല്ല, ഈ ചൂരൽമല പുനരധിവാസത്തിലെ സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു തോതും മടങ്ങും ആക്ച്വലി വളരെ കൂടുതലാണ്. 1955 ഈ വിദ്യാലയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾക്കൊക്കെ 1955 നമ്മുടെ രേഖകൾ പ്രകാരം 55 അത്രയും കാലത്തെ ഞാൻ പറയുമ്പോൾ ഈ അട്ടമലയുടെയും ഏകദേശം ഒരു 7 പതിറ്റാണ്ട്. തീർച്ചയായിട്ടും അത് ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ അത് മുന്നോട്ട് ഒരു ഹൈസ്കൂളായി 1983 തോന്നുന്നു പരിപൂർണമായ ഹൈസ്കൂളായിട്ട് 10ാം ക്ലാസ് വരെ എത്തിയത്. അപ്പോൾ അന്ന് മുതൽ ഈ തോട്ടം തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ തലമുറകളെ പഠിപ്പിച്ച് അവരിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ പ്രദേശത്തിനൊരു ഐശ്വര്യമായി മാറിയ ഒരു സ്കൂളാണത്. അപ്പോൾ ആ സ്കൂളിൻ്റെ നമ്മൾ അതിജീവനം എന്നുള്ള രീതിയിൽ കൂടി നമ്മളിതിനെ കാണണം. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. നമ്മൾ ഈ ഒരു ഭൂമിയിൽ വരുമ്പോൾ നമുക്കിതാകുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയല്ലേ. അതുകൊണ്ട് ആ ഒരു അതിജീവനം കൂടിയാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മുടെ ഈ കുട്ടികൾക്ക് നമ്മൾ സ്മരണാഞ്ജലി അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വെള്ളാർമല സ്കൂള് നമ്മളിപ്പോൾ മേപ്പാടിയിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ സ്വന്തം കെട്ടിടത്തിലേക്ക് അടുത്ത് തന്നെ മാറും. അപ്പോഴും ഈ കുട്ടികളും ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സ്കൂൾ കലോത്സവത്തിലടക്കം വെള്ളാർമലയിലെ കുട്ടികൾ പങ്കെടുത്തു. അങ്ങനെ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നാടും അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്.
DO ആണ് നമുക്കൊപ്പം ചേർന്നത്. സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്, ചൂരൽമലയെ വീണ്ടെടുത്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ അതിജീവനത്തിന് പിന്നിലുള്ളത്. വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാൽ ആ സ്കൂൾ ഒരിക്കൽ കൂടി കാണുമ്പോഴേ നമുക്കതിൻ്റെ ഒരു സങ്കടം മനസ്സിലാവത്തുള്ളൂ. ഇവിടെ സ്കൂളിലായിരുന്നോ? ഇതെൻ്റെ നാടാണ്. ഞാൻ ജനിച്ച് വളർന്ന് ഇവിടെ പഠിച്ചത്. ഇവിടെ പഠിച്ചത്? ഇവിടെ എന്തായിട്ടാണ് ഇപ്പോൾ? ഓഫീസ് സ്റ്റാഫായിട്ടായിരുന്നു. ഓഫീസ് സ്റ്റാഫ്. അപ്പം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ AU ഓഫീസിൽ അന്ന് സംഭവം നടക്കും 1 വർഷം മുമ്പ് ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ പഠിച്ചതാണ്. അതെ. വീട് എവിടെയാ? വീട് ചൂരൽമലയായിരുന്നു. പേരെന്താ? ശ്രീലത. ശ്രീലത. അന്ന് 1ാം ക്ലാസ് മുതൽ പഠിച്ചോ അതോ UP? ഇല്ല സർ, പിന്നെ മുഴുവൻ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. പുത്തുമല 4 വരെയും. ബാക്കി അന്ന് സ്കൂളിന്റെ ഒരു രൂപം ഒന്ന് പറയാമോ? അന്നത്തെ ഒരു ഘടന എന്താണെന്ന്? ആ ബിൽഡിങ്ങുകളൊന്നും ഇല്ല. ആ ബിൽഡിംഗ് ഒന്നും ഇല്ല ഇല്ല സാർ. അതിനുശേഷം ആ പുഴ ഇങ്ങനെ ചെറുതായിട്ടൊരു അരുവി പോലെ ഒരു ഈ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. ഒരാൽമര ആയിരുന്നു, ഒത്തിരി പ്രായമുള്ള ഒരാൽമരം. ആൽമരത്തിന്റെ ചുവട്ടിലൊക്കെ കുട്ടികൾ നിങ്ങൾ പോയി കളിക്കും? ഇപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഇന്നും ഞാൻ ടീച്ചറായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ട് ഇവിടെ ഏകദേശം ഒരു 15 വർഷത്തോളം ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. നമുക്കിപ്പോൾ കളക്ടർ കൂടി വന്നിട്ടുണ്ട്. കളക്ടറും വന്നിട്ടുണ്ട്. ഒപ്പം മിനിസ്റ്റർ കൂടി എത്തും അല്പസമയത്തിനുള്ളിൽ. കളക്ടർ എത്തിയിട്ടുണ്ട്. കളക്ടർ ഇപ്പോൾ നമ്മുടെ ഈ പുഷ്പാഞ്ജലി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ഏതൊരു പ്രൊഫഷണലിൻ്റെയും ജീവിതത്തിൽ ഇതൊരു വല്ലാതെ ഉള്ളുലയുന്ന ദൃശ്യമാണ് അല്ലേ? കുറേ അധ്യാപകർ, അതും 33 വിദ്യാർത്ഥികളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഏറ്റവും മിടുക്കന്മാരായ, ഏറ്റവും സമർത്ഥന്മാരായിട്ടുള്ള 33 വിദ്യാർത്ഥികൾ അവർക്ക് നഷ്ടപ്പെടുക. ആ ഒരു സ്കൂളിൻ്റെ ഒരു പൂർണ്ണമായിട്ടുമുള്ള പരിസരം അവർക്ക് നഷ്ടപ്പെടുക. ആ ജൈവിക ബന്ധം നഷ്ടപ്പെട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ അധ്യാപകൻ വരച്ച ചിത്രം, ആ ചിത്രത്തിന് മുന്നിലാണ് അവർ പുഷ്പാർച്ചന നടത്താൻ വരുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലാം പേര് അതിലുണ്ട്. നിവേദ് ഉണ്ട്, ഇപ്പോൾ പ്രിൻസിപ്പൽ ഉണ്ട്, ഹെഡ്, ഒപ്പം ജില്ലാ കളക്ടറുണ്ട്. ഇതാണ് ആ ചിത്രങ്ങൾ. ഞങ്ങളുടെ പൊന്നോമനകൾ എന്നാണ്. ഇതൊരു മാഷാണ് ഇത് തയ്യാർ ചെയ്തത്. കളക്ടറും DOയും ഒപ്പം ഉണ്ണിമാഷും സ്കൂളിലുള്ള മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ അന്ന് 1 വർഷം മുമ്പ് നിവേദ്, ധ്യാൻ കൃഷ്ണ, മുഹമ്മദ് നിഹാൽ, മുഹമ്മദ് അഫ്ല, മുഹമ്മദ് അമീൻ, മുഹമ്മദ് ഫർഹാൻ, അമീൻ നിഷാൻ, ഇതിലൊരു കുടുംബത്തിൽപ്പെട്ടവരും പരസ്പരം ബന്ധുക്കളായി ജീവിച്ചവരും ഒക്കെയുണ്ട്. ഷുഹൈബ്, അനുഗ്രഹ് ജോൺ, അൽഫിന യശ്, എല്ലാവരും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ ആരാധ്യ യശ്, ഫൈസല, എത്ര കുട്ടികളല്ലേ? 33 കുട്ടികളാണ് മിടുക്കന്മാരായ ചുണക്കുട്ടികൾ. ഞങ്ങളുടെ പൊന്നോമനകൾ എന്നാണ് ടീച്ചർമാർ അവർക്കിട്ടിരിക്കുന്ന ആ തലക്കെട്ട് എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയവരാണ് ഇവരെല്ലാവരും. ഇവരിൽ പലരെയും അതേ രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പലരും പുത്തുമലയിലുണ്ട്. പുത്തുമലയുടെ പേരിപ്പോൾ ഹൃദയഭൂമി എന്നായി മാറിയിട്ടുണ്ട്. ഈ നാട് അവരുടെ ഹൃദയത്തിൽ ചേർത്തു വയ്ക്കുന്ന കുഞ്ഞുങ്ങളാണ്, മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ. ഈ ഒരു നാടിൻ്റെ പ്രതീക്ഷയായിട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. ഈ നാടിന് താങ്ങാനാവുന്നതിലും അധികമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് വളരെ വേദനിപ്പിക്കുന്നൊരു കാഴ്ച കൂടിയാണ്. ഒരു സ്കൂളിന് വേണ്ടിയിട്ട് കളക്ടർ നമുക്കൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അധ്യാപകർ പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. വല്ലാത്തൊരു നിമിഷമാണ്. 1 മണിക്കൂർ, ഒരു വർഷം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര വലിയ പെടച്ചിലായിരുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. 1 വർഷം തികയുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുഷ്പാർച്ചന ചെയ്യുക എന്നതിന് വലിയൊരു ദുര്യോഗം ആർക്കും വരാനില്ല. ഒരർത്ഥത്തിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇനി ഇതല്ലാതെ എന്താ ചെയ്യാൻ കഴിയുക? അതല്ല ഈ സുഖേരെന്താ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട്? എന്നിട്ട് ഞാൻ നിൽക്കുന്നത് അനക്കം കൊടുക്കുക. പിന്നെ ഞാൻ കൊടുക്കുന്ന എല്ലാ സാധനവും എൻ്റെ പുറകെ കളക്ടർ ഇവിടെയുണ്ട്. ടീച്ചർ, മാം, ഇപ്പോൾ ആ ഒരു എനിക്കൊരു ഉദ്യോഗസ്ഥരെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും ആ ഒരു
എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊരു വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇപ്പോഴും പ്രതികരിക്കാൻ വാക്കുകൾ പോലും കിട്ടാത്തൊരവസ്ഥയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ 33 വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മുഴുവൻ ചിത്രങ്ങളുണ്ട്. ഈ സ്കൂളിൻ്റെ ചരിത്രം നേരത്തെ DO പറഞ്ഞു. 1955 ഈ വെള്ളാർമല സ്കൂള് തുടങ്ങുന്നത്. അന്ന് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക്, തേയിലത്തൊഴിലാളികൾക്ക്, അവരുടെ മക്കൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്കൂളാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്കൂളാണ്. ആ സ്കൂളാണ് പിന്നീട് വെള്ളാർമല സ്കൂളായിട്ട് മാറുന്നത്. ആ സ്കൂളിലേക്ക് പിന്നീട് കുട്ടികളെത്തി. ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ മക്കൾ, സാധാരണക്കാരായ ആളുകളുടെ മക്കളാണ് പഠിക്കാനെത്തിയത്. പാടിയിൽ താമസിച്ച് സ്കൂളിൽ പഠിക്കാനെത്തിയ കുട്ടികൾ. ആ കുട്ടികളിലാണ് ഇന്ന് 33 പേരെ ഒരു വർഷം മുമ്പ് ഉടലെടുത്തു പോയത്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ പുഷ്പാഞ്ജലി നടത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഒരു സമൂഹമായിട്ട്, ഒരു കുടുംബമായിട്ട് ജീവിച്ച മനുഷ്യരാണ്. അവരിൽ പലരും ബന്ധുക്കൾ കൂടിയാണ്. ഇവരിൽ പലരെയും നമുക്ക് പൂർണ്ണ രൂപത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവരിൽ പലരും പുത്തുമലയിൽ അവരുടെ ഓർമ്മകൾ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. കളക്ടർ അടക്കം ഇവിടെ എത്തി പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത് ഇപ്പോൾ കളക്ടർ അടക്കം മടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രൊഫഷണലുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ വരുമ്പോഴാണ് ഈ അധ്യാപകർ ഇവിടെ വരുന്നുവെന്നും പുഷ്പാർച്ചന നടത്തുമെന്നും പറഞ്ഞത്. ഉണ്ണി മാഷടക്കം അധ്യാപകരെല്ലാവരും ഉണ്ട്. ആ സ്കൂളിൻ്റെ പശ്ചാത്തലം പ്രേക്ഷകർക്ക് കാണാം. ഒരു വർഷം മുമ്പ് ഈ സ്കൂൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ആ ഓർമ്മകളിലാണ് ഇന്നത്തെ വാർത്താപ്രഭാതം തുടങ്ങിയത്. പ്രിയപ്പെട്ട, പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചേ മതിയാവൂ. അതിജീവിക്കും എന്നുള്ളതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ മനുഷ്യരാണെങ്കിൽ ഇതിനെ നമുക്ക് അതിജീവിക്കും എന്നുള്ളതാണ്.